ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് പെട്ടെന്ന് വേർഡ്സ് ഒന്നും കിട്ടില്ല, പിന്നെ ടോപ്പിക്സ് ഒന്നും പെട്ടെന്ന് കിട്ടില്ല. സോ ഞാനിപ്പോൾ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുടങ്ങാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു പേഴ്സണൽ സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ADHD കുറിച്ചും പിന്നെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള അൺഅവെയർനെസ് ഉണ്ട്. സോ സമൂഹത്തെക്കുറിച്ച് ബോധവൽക്കരിക്കാനും പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനും കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള നോളജോ ഉള്ള ആളൊന്നുമല്ല. സോ ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ അതിനു വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കുകയാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുവാണെങ്കിൽ. സോ ADHD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അതൊരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഇഷ്യൂ ആണ്. ഇത് പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു അസുഖമാണ്, പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. ഇതൊരു അസുഖമല്ല, ഇതൊരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി എന്ന് പറയാം. നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്ന ഒരു ഡിസബിലിറ്റിയാണിത്, ഒരു ഇഷ്യൂ ആണ്. സോ നമ്മളുടെ ബ്രെയിനിലേക്ക് സിഗ്നൽസ് പാസ് ചെയ്യുന്ന കുറേ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഡോപ്പമൈൻ, പിന്നെ നോറെപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇതൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയാണ് ഈ ADHD എന്ന് പറഞ്ഞ ഇഷ്യൂ. പിന്നെ ഒരു നമ്മുടെ ബ്രെയിനിൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടുണ്ട്. ആ പാർട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ADHD ഉള്ള ആൾക്കാരിൽ ആ പാർട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. ഇത് പലരും വിചാരിക്കും ഇത് നമ്മളുടെ ജീവിതത്തിനിടയ്ക്ക് വരുന്ന ഒരു ഇഷ്യൂ ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാവുന്ന ഒരു ഇഷ്യൂ ആണ്, ബ്രെയിൻ ഇഷ്യൂ ആണ്, ന്യൂറോ ഡെവലപ്മെൻ്റൽ ഇഷ്യൂ ആണ് ഇത്. അല്ലാതെ നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഡിപ്രഷനൊക്കെ പോലെ വരുന്ന ഒരു സംഭവമല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി ജീവിക്കുകയാണ്. ഈ സംഭവം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കണം. അതേ നമുക്ക് ഇതിന് പറ്റുള്ളൂ. പിന്നെ തെറാപ്പിയിലൂടെയൊക്കെ ഇത് കുറേ കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ADHD ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് 2 തരത്തിലുള്ള ADHD ആണുള്ളത്. ഒന്ന് ഇന്നറ്റൻറ്റീവ് ആയിട്ടുള്ള ADHD, പിന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ADHD. 2 തരത്തിലുള്ള ADHD ആണ്. ഇന്നറ്റൻറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പല കാര്യങ്ങളിലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അറ്റൻറ്റീവ്നെസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു കുട്ടി ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത, മീൻസ് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ് പഠിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതാണ് ഇന്നറ്റൻറ്റീവ്നെസ്. പിന്നെ മിസ്റ്റേക്ക് വരുത്തുക, ഡേ ടു ഡേ ലൈഫിൽ കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്ക് വരുത്തുക, കാര്യങ്ങൾ മറന്നു പോവുക, പിന്നെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റ് ആവുക, പിന്നെ ഓർഗനൈസ്ഡ് അല്ലാതാവുക. മീൻസ് നമ്മൾ ജീവിക്കുന്ന സ്ഥലം ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാതിരിക്കുക, പിന്നെ ജോബിൽ ഓർഗനൈസ്ഡ് ആവാതിരിക്കുക. ഇതൊക്കെ ഇന്നറ്റൻറ്റീവ് ആയിട്ടുള്ള ADHDയുടെ സിംറ്റമാണ്. പിന്നെ ഹൈപ്പർ
ആക്ടിവിറ്റി ഇതിനകത്ത് രണ്ടാമത്തത് ഹൈപ്പർ ആക്റ്റീവ് ഇമ്പൾസിവിറ്റി. ഈ രണ്ടും മിക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അതിനകത്ത് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ അവർക്ക് ഭയങ്കര റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും, അടങ്ങിയിരിക്കാൻ തീരെ പറ്റില്ല. ചില കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചാടുക ഇങ്ങോട്ട് ചാടുക, അങ്ങോട്ട് ഓടിക്കളിക്കുക ഇങ്ങോട്ട് ഓടിക്കളിക്കുക, ബാക്കിയുള്ള കുട്ടികളെ ബുദ്ധിമുട്ടിക്കുക. അപ്പോൾ അത് ഇതിനകത്ത് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. പിന്നെ ഇമ്പൾസീവായിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുക, പിന്നെ എന്താ പറയുക, സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എടുത്ത് ചാടി സംസാരിക്കുക, പിന്നെ ഒരാളെ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് അവരുടെ ടേണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, പിന്നെ നമ്മൾ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുക. ഇതൊക്കെ മീൻസ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാതിരിക്കാൻ പറ്റുന്ന മീൻസ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് ദേഷ്യം, ആങ്കർ, പിന്നെ വിഷമം. അതൊന്നും ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാതാവും, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക. അതൊക്കെ ഇതിൻ്റെ സിംറ്റമാണ്, ഈ ഹൈപ്പർ ആക്റ്റീവിൻ്റെ സിംറ്റമാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമ്മളുടെ ബ്രെയിനിൽ നിന്ന് നമുക്കൊരു ഉന്മേഷം തരണം, മോട്ടിവേഷൻ വേണം. ആ മോട്ടിവേഷൻ തരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വർക്ക് ചെയ്യാത്തതാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ കാരണം. ഡോപ്പമൈൻ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നോറെപ്പിനെഫ്രിൻ, ഈ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും വരുന്നത് നമ്മളുടെ എന്താ പറയുക, ജനറ്റിക്സ് ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. പ്രധാനമായിട്ടും ജനറ്റിക്സ് ആണ്. ഇതിൻ്റെ ആക്ച്വൽ കോസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, എന്നാലും സ്റ്റഡീസ് പറയുന്നത് ഇത് ജനറ്റിക്സ് ആയിട്ടാണ് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ പ്രീമെച്യൂർ ബേർത്ത്, പിന്നെ അങ്ങനെയുള്ള ചില ഇഷ്യൂസൊക്കെ കൊണ്ടാണ് വരുന്നതെന്ന് സയൻസ് പറയുന്നുണ്ട്. പിന്നെ WHO ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ലോകത്ത് 5 മുതൽ 6 വരെയുള്ള ആൾക്കാർക്ക് ഈ ADHD എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 100 ആൾക്കാരെ കാണുകയാണെങ്കിൽ അതിനകത്ത് ഒരു 5 മുതൽ 7 പേർക്ക് വരെ ADHD ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് അതർ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ സിംറ്റംസ് പറയുകയാണെങ്കിൽ ADHD ഉള്ളവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പിന്നെ നമ്മളൊരു ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ക്ഷമയില്ലായ്മ, പിന്നെ ഓവറായിട്ട് അധികം സംസാരിക്കുക, ഓവറായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ മാറുക. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നുണ്ടാവും, പക്ഷെ നമ്മളുടെ ശ്രദ്ധ വേറെ എവിടേക്കെങ്കിലും പോകും. പിന്നെ ഡേ ഡ്രീം ചെയ്യുക. ഡേ ഡ്രീം മീൻസ് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഒരു കോൺസ്റ്റൻറ്റ് പോയിന്റിൽ നോക്കിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് ഇതിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നെ വേറൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ബ്രെയിനിനകത്ത് ഈ ADHD ഉള്ളവർക്ക് അറ്റ് എ ടൈം പല ഇമോഷൻസും പല ചിന്തകളും അറ്റ് എ ടൈം വരും. അപ്പോൾ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും. അത് ഇതിൻ്റെ ഒരു മറ്റൊരു സിംറ്റമാണ്. പിന്നെ ADHD ഉള്ളവർക്ക് തീരെ ലോ സെൽഫ് എസ്റ്റീം ആയിരിക്കും. അവർക്ക് സെൽഫ് എസ്റ്റീം ഭയങ്കര കുറവായിരിക്കും. പിന്നെ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരും. കാരണം റിലേഷൻഷിപ്പിൽ അവർ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും റിലേഷൻഷിപ്പിൽ. കാരണം മടിയാണ് എന്നൊക്കെ ചിലപ്പോൾ പാർട്ട്ണർ കുറ്റപ്പെടുത്തും.
അല്ലെങ്കിൽ ഈവൻ റിലേറ്റീവ്സൊക്കെ ആണെങ്കിൽ അവന് മടിയാണ്. പക്ഷെ അത് മടിയും ഈ ഒരു അൺമോട്ടിവേറ്റഡ് ആവുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടും ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. പക്ഷേ ഈ ഒരു ADHDയുടെ കാര്യത്തിൽ അത് മടിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് ചെയ്യാനുള്ള ഒരു ബ്രെയിൻ സിഗ്നല് കൊടുക്കുന്നില്ല. അതാണ് ഈ മടിയും ഈ ADHDയുടെ ഈ ഇഷ്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇഷ്യൂസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ പേര് ഫേസ്ബുക്കിലാണെങ്കിൽ പോലും കുറേ പേര് എൻ്റെ ഒരു സർക്കിളിലുള്ള കുറേ പേരെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഒരു ഇഷ്യൂ മനസ്സിലായതിനു ശേഷം ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഇഷ്യൂസ് പല ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അവർക്ക് അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുപ്പത്തിൽ തന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് മെല്ലെ മാറ്റിയെടുക്കാൻ പറ്റുന്ന, ഇതിൻ്റെ സിംറ്റംസ് എല്ലാം മെല്ലെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ സമൂഹത്തിൽ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള അൺഅവെയർനെസ് കാരണം നമ്മൾ പലപ്പോഴും നമ്മളുടെ ചുറ്റുപാടുമുള്ള കുട്ടികളെയൊന്നും ഈ ADHD ഉള്ളവരായിട്ട് കണക്കാക്കുന്നില്ല. മീൻസ് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇത് ഒരു പ്രായം വരെ മനസ്സിലാവില്ല. ഒരു 25-30 ഇയേഴ്സ് വരെ ഇത് ഈ ADHD ഉള്ളവർ ഇത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകും. പിന്നെ ഒരു 30-25 ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാവുക, എനിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മനസ്സിലാവുക അപ്പോഴായിരിക്കും. അപ്പോൾ അതുവരെ അവരുടെ സ്വഭാവം മീൻസ് അവർ ഇത് മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഒപ്പത്തിനൊപ്പം എത്താൻ അവർ ഭയങ്കരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ ഭയങ്കരമായിട്ട് സോഷ്യൽ മാസ്കിങ് ചെയ്യും. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ ഈ ഒരു കൂട്ടത്തിൽ ഫിറ്റ് അല്ല. അപ്പോൾ അവർ മെല്ലെ ഉൾവലിഞ്ഞിട്ട് അവർ ഒരു എന്താ പറയുക സെൽഫിലേക്ക്, അതായത് തന്നെത്താൻ സ്വന്തം എന്നുള്ള നിലയിലേക്ക് ഉൾവലിഞ്ഞ് ഞാൻ മാത്രം, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഫാമിലി മാത്രം, അങ്ങനെ ഒരു രീതിയിലേക്ക് ഉൾവലിയും അവർ. പിന്നെ ഫ്രണ്ട്സിനെ കാണാൻ പോവില്ല. അങ്ങനെ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ RSD എന്ന് പറഞ്ഞ സംഭവമാണ്. RSD എന്ന് പറഞ്ഞാൽ റിജക്ഷൻ സെൻസിറ്റീവ് ഡിസ്ഫോറിയ. അത് ഈ ADHD ഉള്ളവർക്ക് ഭയങ്കര പേടിയുണ്ടാവും. എന്നെ ആര് കാണുന്നവർ ജഡ്ജ് ചെയ്യോ, എന്നെ ക്രിട്ടിസൈസ് ചെയ്യോ, പിന്നെ എന്താ പറയുക ഹേർട്ട് ചെയ്യോ, അങ്ങനെ പല പേടിയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒരാൾക്ക് നമ്മൾ മെസ്സേജ് അയക്കുകയാണ്, അയാൾ മെസ്സേജിന് റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സാഡ് ഫീലിംഗ് വരും. ഇയാളെന്താണ് എനിക്ക് റിപ്ലൈ ചെയ്യാത്തത്, ഇയാൾക്ക് എന്നെ ഇഷ്ടമല്ലേ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. ഈ RSD ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് പറഞ്ഞത്. ഇതിനകത്ത് എനിക്ക് ചിലപ്പോൾ മിസ്റ്റേക്സ് വരും. സോ ഒരു മുൻകൂർ ജാമ്യം എടുത്തത് എനിക്ക് RSD ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഇഷ്യൂസ്. പിന്നെ ഇത് പലരും വിചാരിക്കുന്നത് ഇത് മാറ്റാൻ പറ്റില്ല, മീൻസ് ഇത് ആക്ച്വലി ലൈഫ് ലോങ് ആണ്. എന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ സിംറ്റംസും കണ്ടീഷൻസും എല്ലാം മനസ്സിലാക്കിയിട്ട് മെല്ലെ മാറ്റിയെടുക്കാൻ പറ്റും. ഈ ADHD ഉള്ളവർക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്ട്രെങ്സും ഉണ്ട്. ഞാൻ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് വീക്ക്നെസ്സിനെ കുറിച്ചാണ്. ഇതിനകത്ത് സ്ട്രെങ്ത്തും ഉണ്ട്. സ്ട്രെങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ADHD ഉള്ളവർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കർ ആയിരിക്കും. ഭയങ്കര പ്രോബ്ലം സോൾവിങ് ആയിരിക്കും അവർക്ക്. പിന്നെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. ഏത് കണ്ടീഷനിലും അവരിപ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടത്തിലോട്ട് പോവുകയാണെങ്കിൽ എവിടെ പോയാലും അവർ അഡാപ്റ്റബിൾ ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ സ്ട്രെങ്ത് ആണ്. പിന്നെ
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ പക്ഷേ എനിക്ക് ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇത് പലർക്കും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾക്കുമ്പോൾ ഇത് എനിക്കും ഉണ്ടോ എന്നുള്ള സംശയം വരാം. പക്ഷേ ആങ്സൈറ്റിയുടെയും മറ്റ് പല മെൻ്റൽ പ്രശ്നങ്ങളുടെയും സിംറ്റംസ് സെയിം ആണ്. സോ ആരും എനിക്ക് പറയാനുള്ളത്, ആരും സെൽഫ് ഡയഗ്നോസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അല്ലാതെ സെൽഫ് ഡയഗ്നോസ് ആരും ചെയ്യരുത്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, എന്നാൽ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ മീൻസ് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാണുന്നവരാണെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുമായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഞാൻ ഇടാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ, എന്നാൽ താങ്ക് യു സോ മച്ച്. ബൈ.